ദില്ലി ജന്തർ മന്ദർ വേദിയിലേക്ക് യുവാക്കളുടെ വലിയ ഒഴുക്കാണ്. അവധി ദിവസമായതുകൊണ്ട് തന്നെ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനയും ഉണ്ടായിട്ടുണ്ട്. നോബൽ മാരിക്കാരൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദില്ലി ജന്തർ മന്ദിറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഇന്ന് കൂടുതൽ ശക്തിയാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയും. നമ്മൾ നിൽക്കുന്നത് ടോൾസ്റ്റോയ് മാർഗ് സൈഡിലാണ്. ഇവിടെയാണ് ഈ സമരത്തിന്റെ മറ്റൊരു ഭാഗം എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്രത്തോളം യുവാക്കൾ രാവിലെ ഇവിടെ ഉണ്ട് എന്ന്. ജന്തർ മന്ദിറിന് അകത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ പിന്തുണയുമായി, ആളുകൾ, വിദ്യാർത്ഥികൾ പിന്തുണയുമായി എന്താണെങ്കിലും ഈ ടോൾസ്റ്റോയ് മാർഗിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സംഘർഷം, പോലീസുമായി ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഈ ടോൾസ്റ്റോയ് മാർഗാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും എൻട്രി പോയിന്റുകളുണ്ട്. ഇവിടെ കൃത്യമായി തന്നെ ബാരിക്കേഡുകൾ നിരത്തിക്കൊണ്ട് ഇവരെ വരിവരിയായി അകത്തേക്ക് കയറ്റിയാണ്. വലിയ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ അച്ചടക്കത്തോടെ ഇവരെ അകത്തേക്ക് കയറ്റുന്നത്. നമുക്കവിടെ വിസിലടിക്കുന്ന ആളുകളെ കാണാൻ കഴിയും, കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെ കാണാൻ കഴിയും. വലിയ ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ രാവിലെ തന്നെ വലിയ ക്യൂ എന്തായാലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആളുകൾ ഇതിനകത്തേക്ക് പോകാൻ വേണ്ടി ക്യൂ ആയി ഇങ്ങനെ നിന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ അച്ചടക്കത്തോടെയാണ് പ്രവർത്തകർ അകത്തേക്ക് പോകുന്നത് എന്നും പ്രധാനപ്പെട്ടതാണ്. आप किधर से? सीतापुर। आप लोग किधर से? दिल्ली सीतापुर से सर. വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ദില്ലി ഉണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. യുവാക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. सर हम तो बस यही कहना चाहेंगे इस लड़ाई जल्दी खत्म हो, स्टूडेंटों को न्याय मिले और ये सरकार बदली जाए. അങ്ങനെ വലിയ തരത്തിൽ പ്രവർത്തകരുടെ നീണ്ട നിര എന്താണെങ്കിലും നേതാക്കളുടെ അതോടൊപ്പം തന്നെ ഇവരെ പിന്തുണച്ച് എത്തുന്ന ആളുകളുടെയൊക്കെ നീണ്ട നിര എന്താണെങ്കിലും ഇങ്ങോട്ട് എത്തിക്കണം കാണാൻ കഴിയും. ആളുകളൊക്കെ ഇത്തരത്തിൽ അവരുടെ കയ്യൊപ്പൊക്കെ ചാർത്തിക്കൊണ്ട് വരുന്നുണ്ട്. आप किधर से? जयपुर से. इस आंदोलन के बारे में क्या बोलना चाहते हैं? अभी तक धर्मेंद्र प्रधान इस्तीफा नहीं दिया, इसके बारे में क्या बोलना? नहीं दिया तो हम भी यहीं खड़े हैं. कहाँ जा रहे हैं? मैं पिछले 7 दिनों से यहीं हूँ और 20 तारीख को लाठी भी गया हूँ. उसके बाद ही ये लिखा था, तो ये लेके घूम रहा हूँ, अभी यहीं हूँ. पहला इधर आने के टाइम माइंड में क्या था, अभी माइंड में क्या है? 20 तारीख को लगा था कि हाँ, क्योंकि जितना भीड़ देखा था और दबाव तो था ही गवर्नमेंट पर, जो उन्होंने एक्शन लिया, उसके बाद में एक बार तो लगा, तो सुबह जब मैं आया था थोड़ा स्केटर्ड हुआ था, बट उसके बाद में आप देखो तो लोगों का रिएक्शन इज सो पावरफुल. അന്ന് ലാത്തി ചാർജ് മുതൽ ഇവിടെ ഉള്ള ആളാണ്. അന്നുള്ളതിനേക്കാൾ കൂടുതൽ ആവേശം ഇന്നുണ്ട്. ആ ലാത്തി ചാർജിന് ശേഷം കൂടുതൽ പ്രതിഷേധമായി മാറി അന്ന് എഴുതിയതാണ് ഇന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാകുന്നത്. എന്താണെങ്കിലും വലിയ നിര ആളുകളുടെ ഒരു കൂട്ടായ്മ നമുക്ക് ഏതായാലും ടോൾസ്റ്റോയ് മാർഗിൽ കാണാൻ കഴിയുന്നുണ്ട്. ടോൾസ്റ്റോയ് മാർഗ് സജീവമാണ്. എന്താണെങ്കിലും വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ പറഞ്ഞ ആളുകൾ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ ആളുകൾ വരും മണിക്കൂറിൽ എത്തും. നാളെ ഞായറാഴ്ചയാണ്. ഇന്നിപ്പോൾ ഈ സമരത്തിന് ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രതിഷേധം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. എന്നാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിയുമായി ബന്ധപ്പെട്ട് ഇന്നും ചർച്ചയുണ്ട്. ആ നിലപാടിൽ രാജിവെക്കണം എന്ന നിലപാടിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വീഡിയോ സന്തു പെരാമ്പ്രയ്ക്കൊപ്പം നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.